സുഹൃത്തുക്കളെ, ഇന്നത്തെ മോട്ടിവേഷൻ വീഡിയോ ഒറ്റ കാര്യം മാത്രം പറയാനാണ്. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ കഴിവുകളുടെ പരമാവധി ഉയരത്തിലെത്താൻ ശ്രമിക്കാതെ ജീവിക്കുന്നത് സ്വന്തം ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അന്യായമാണ്. ഇത് വെറും പുസ്തകത്തിലെ വാക്കല്ല, മഹാഭാരതത്തിലെ അർജുനൻ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്ന ജീവിതപാഠമാണ്. അർജുനൻ്റെ മനോഭാവം ലക്ഷ്യമായിരുന്നു. പക്ഷിയുടെ കണ്ണ് അത് മാത്രം കാണുന്ന മനോഭാവമായിരുന്നു അർജുനൻ്റെ. അർജുൻ പക്ഷിയുടെ ലക്ഷ്യം വിട്ടപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? അവൻ പറഞ്ഞു, ഞാൻ കാണുന്നത് കണ്ണ് മാത്രമാണ്. ഇത് ഒരു പഴയ കഥയല്ല സുഹൃത്തുക്കളെ, ഇത് ജീവിതത്തിലെ സത്യമാണ്. നമ്മൾ പലപ്പോഴും ലക്ഷ്യത്തേക്കാൾ പ്രശ്നങ്ങളെയാണ് കൂടുതൽ കാണുന്നത്. കഷ്ടനഷ്ടങ്ങളുണ്ടാകും, ആളുകളുടെ അഭിപ്രായം നമ്മൾ കേൾക്കും, ഭയം തോന്നും. പക്ഷേ അർജുനൻ നമ്മോട് പറയുന്നത് ആണ്, ലക്ഷ്യം മാത്രം നോക്കി കാണൂ, ബാക്കിയെല്ലാം മങ്ങിപ്പോകട്ടെ. ലക്ഷ്യം മാത്രം കാണൂ, ബാക്കിയെല്ലാം മങ്ങിപ്പോകട്ടെ. നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാത്രം നോക്കൂ. വലിയ ലക്ഷ്യം വെച്ചാൽ പേടിക്കേണ്ട. വലിയ സ്വപ്നം കാണുന്നവരാണ് വലിയ ഉയരത്തിലെത്തുന്നത്. പ്രതിഭ ഉണ്ടെങ്കിൽ മാത്രം മതിയാകില്ല. അർജുനൻ സ്വാഭാവികമായി കഴിവുള്ളവനായിരുന്നു. പക്ഷെ അവനെ മഹാനാക്കിയത് എന്താണ്? അവൻ്റെ ശിക്ഷണം, അവൻ്റെ മനസ്സിൻ്റെ സ്ഥിരത, അവൻ്റെ ആത്മവിശ്വാസം, ഒരിക്കലും നശിക്കാത്ത ആത്മവിശ്വാസം. ഗുരുവായ ദ്രോണാചാര്യർ നൽകിയ പരിശീലനം അവൻ വെറും കടമയായി കണ്ടില്ല. അവൻ അതിനെ തൻ്റെ ജീവിത വ്രതമാക്കി മാറ്റുകയായിരുന്നു. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ അവൻ രാത്രിയിൽ പോലും അഭ്യാസം നടത്തി. മറ്റുള്ളവർ സംശയിക്കുമ്പോൾ അവൻ തന്നിൽ ഉറച്ചു വിശ്വസിച്ചു. ഇതാണ് വിജയമുണ്ടാക്കുന്ന വ്യത്യാസം. നമ്മൾ പലപ്പോഴും കഴിവുള്ളവരാണ്, പക്ഷേ സ്ഥിരത കുറവാണ്. 2 ദിവസം ശ്രമിക്കും, പിന്നെ മടി വരും. അർജുനൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നല്ല പ്രതിഭ വേണം, നല്ല പരിശ്രമം വേണം, അതോടൊപ്പം നല്ല സ്ഥിരതയും വേണം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഉയരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. തടസ്സം വരും, അത് സ്വാഭാവികം മാത്രമാണ്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുവാൻ പോകുമ്പോൾ അർജുനൻ തളർന്നിരിക്കുന്നു. അവൻ ആശയക്കുഴപ്പത്തിലായി. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ജീവിതത്തിലേക്ക് വഴികാട്ടിയായി വന്നത് ശ്രീകൃഷ്ണനാണ്. അവൻ ഗീതയുടെ ഉപദേശം നൽകി. അദ്ദേഹം ഗീതയുടെ ഉപദേശം വ്യക്തമായി പറഞ്ഞു. ഇത് നമ്മൾക്ക് എന്താണ് പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ എത്ര ശക്തനായാലും ഒരു ദിവസം നിനക്കും തകർച്ച വരും. ആ സമയത്ത് നല്ല കൂട്ടുകാരും നല്ല ചിന്തകളും നിൻ്റെ കൃഷ്ണനായി മാറും. അതുകൊണ്ട് മനസ്സ് തകർന്നാൽ അത് പരാജയമല്ല, തളർന്നാലും വീണ്ടും എഴുന്നേൽക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം. ഒരു നാടൻ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ ഒരു കർഷകനെ ചിന്തിക്കൂ. വിത്ത് നട്ട ഉടനെ വിളവുണ്ടാകില്ല. മഴ വരണം, വെള്ളം കൊടുക്കണം, കാത്തിരിക്കണം. ഒരിക്കൽ മഴ കിട്ടിയില്ലെങ്കിൽ കർഷകൻ വയൽ ഉപേക്ഷിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ജീവിതം. ഒരു പരീക്ഷയിൽ തോറ്റാൽ ജീവിതം തോറ്റെന്നല്ല, ഒരു ബിസിനസ് നഷ്ടമായാൽ കഴിവ് നഷ്ടമായെന്നല്ല. ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസമാണ്. അർജുനൻ്റെ കയ്യിൽ വില്ലും അമ്പും ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അവൻ്റെ ആത്മവിശ്വാസം തന്നെയാണ്. നിങ്ങൾക്കുണ്ടോ ആ ആത്മവിശ്വാസം? എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം. ലോകം തന്നെ നിന്നെ സംശയിച്ചാലും നീ നിന്നെ വിശ്വസിക്കണം, ഉറച്ച് വിശ്വസിക്കണം. മറ്റുള്ളവർ നിന്നെ വിലയിരുത്തുന്നതിന് മുമ്പ് നീ നിൻ്റെ മൂല്യം നന്നായി തിരിച്ചറിയണം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അർജുനനാകാൻ വന്നവരാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ലക്ഷ്യം കാണാതെ ഭയം മാത്രം നോക്കി കാണുന്നു. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. എൻ്റെ കഴിവുകളുടെ പരമാവധി ഞാൻ ഉപയോഗിക്കും. ഞാൻ ഉയരത്തിലെത്തും. പരാജയം വന്നാലും നിൽക്കില്ല, തളർന്നാലും വീഴില്ല, സംശയം വന്നാലും പിന്നോട്ടില്ല. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്ന അർജുനനെ പോലെ നീ നിൻ്റെ ലക്ഷ്യം മാത്രം നോക്കിക്കാണൂ. നിങ്ങളുടെ ജീവിതം ഒരു മഹാഭാരത വിജയകഥ പോലെയാകട്ടെ. ഓർമ്മിക്കൂ, പരമാവധി ഉയരത്തിൽ ഒരാളുടെ ജീവിതത്തിൽ എത്താൻ കഴിയുന്നതിൻ്റെ പരമാവധി ഉയരത്തിൽ എത്തുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് ഭാഗ്യം കൊണ്ടല്ല. അർജുനൻ്റെ പോലെ ഏകാഗ്രതയും
പരിശ്രമം കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഉയർച്ച